പ്രിയ മക്കളെ, ഒരു വിശ്വാസിയുടെ സാക്ഷ്യം കേൾക്കണോ? കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ബെന്നി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. 3 കുട്ടികളുടെ അച്ഛൻ. ഒരു ചെറിയ റബ്ബർ തോട്ടമായിരുന്നു അവൻ്റെ ഉപജീവന മാർഗം. 2018 മഹാപ്രളയം എല്ലാം കവർന്നെടുത്തു. ഭാര്യ സൂസൻ ചോദിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളുടെ ഭാവി. ബെന്നിക്ക് ഉത്തരമില്ലായിരുന്നു. അയാൾ പ്രാർത്ഥിച്ചു, യേശുവേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങ് എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം. എൻ്റെ വിശ്വാസം മാനിക്കണമേ. മാസങ്ങൾക്കുള്ളിൽ സൂസന് ക്യാൻസർ കണ്ടെത്തി. ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ വേണം. ബെന്നിയുടെ കയ്യിൽ അതില്ല. ലോകം ഇരുണ്ടുപോയതുപോലെ തോന്നി. ആരും സഹായിച്ചില്ല. ഉപദേശം മാത്രം. അലോപ്പതി ശരിയല്ല, ചിലർ പ്രാർത്ഥിച്ചാൽ ശരിയാവും, നൊവേന ചെല്ലിയാൽ മതി, നേർച്ച നേരണം. ബെന്നി ശാന്തനായി പറഞ്ഞു, ദൈവം എന്നെ പരീക്ഷിക്കുകയാണ്, ഉപേക്ഷിക്കുകയല്ല. തീയിലൂടെ കടന്നു പോകുന്ന സ്വർണം കൂടുതൽ ശുദ്ധമാണ്. പകൽ അവൻ ജോലിക്ക് പോയി, രാത്രി ഓട്ടോ ഓടിച്ചു, പുലർച്ചെ സൂസന്റെ കൂടെ ആശുപത്രിയിൽ. ഉറക്കമില്ല, വിശ്രമമില്ല, പക്ഷെ പ്രാർത്ഥന മുടക്കിയില്ല. മകൾ ആനിയുടെ പഠിപ്പ് നിർത്തി ജോലിക്ക് പോകാമെന്ന തീരുമാനം ബെന്നി തടഞ്ഞു. ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചു. ഒരു രാത്രി ചികിത്സയ്ക്ക് പണമില്ലാതെ ആശുപത്രിയിൽ ബെന്നി തളർന്നിരുന്നു. ദൈവമേ, ഇനി എനിക്ക് കഴിയില്ല, അയാൾ കരഞ്ഞു. ആ രാത്രി ഞാൻ ബെന്നിയോട് സംസാരിച്ചു. ഞാൻ നിന്നോടൊപ്പമുണ്ട്. പ്രഭാതം വരും. ഈ രാത്രി നിന്റെ അവസാനമല്ല, പുതിയ തുടക്കമാണ്. അടുത്ത ദിവസം ദുബായിലുള്ള അടുത്ത ബന്ധു സഹായിക്കാമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തത് ബെന്നിക്ക് ആശ്വാസമായി. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ക്യാൻസർ പൂർണ്ണമായും മാറി. ബെന്നിയും സൂസനും ദൈവത്തെ സ്തുതിച്ചു. ആനി MBBS സർക്കാർ സീറ്റ് നേടി. മകൻ ജോൺ എഞ്ചിനീയറിംഗിന് സ്കോളർഷിപ്പ് കിട്ടി. ഇളയ മകൾ ലിസ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടി. ഏറ്റവും ഇരുണ്ട നാളുകളിൽ ദൈവം തന്നെ ചുമന്നു. കഷ്ടപ്പാടുകൾ തകർത്തില്ല, രൂപാന്തരപ്പെടുത്തി. ഇതാണ് ബെന്നിയുടെ സാക്ഷ്യം. മക്കളെ, ബെന്നിയുടെ വിജയ രഹസ്യം അറിയണോ? കഷ്ടപ്പാടുകളിൽ എന്നെ പഴിച്ചില്ല, പകരം എന്നോട് കൂടുതൽ അടുത്തു വന്നു. അതാണ് വിശ്വാസം. വിശ്വാസം എന്നാൽ കഷ്ടപ്പാടുകൾ ഇല്ലാതിരിക്കുക എന്നല്ല, കഷ്ടപ്പാടുകളിലും ദൈവം നല്ലവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുക എന്നതാണ്. ഓരോ ഇരുണ്ട രാത്രിക്കും ഒരു ലക്ഷ്യമുണ്ട്. അത് നിങ്ങളെ തകർക്കാനല്ല, നക്ഷത്രങ്ങളെ കാണിക്കാനാണ്. വെളിച്ചം ഇരുട്ടിൽ മാത്രമേ തിളങ്ങൂ. കഷ്ടപ്പാടുകൾ വരുമ്പോൾ പ്രാർത്ഥന നിർത്തരുത്, അത് ശക്തമാക്കൂ. ബലഹീനതയിൽ എൻ്റെ ശക്തി പൂർണ്ണമാകും. എന്നോട് നേരിട്ട് പ്രാർത്ഥിക്കൂ. ഇടനിലക്കാർ വേണ്ട. ഞാൻ വഴി കാണിച്ചു തരാം, വേഗത്തിൽ അനുഗ്രഹിക്കാം. മറ്റുള്ളവരുടെ പരിഹാസം നിങ്ങളെ തളർത്താതിരിക്കട്ടെ. അവർ കാണുന്നത് ഇന്നത്തെ കഷ്ടപ്പാടാണ്. നിങ്ങൾ കാണേണ്ടത് നാളത്തെ വിജയമാണ്. വിശ്വാസം കൈവിടാതിരിക്കൂ. യേശു 24/7 രാവും പകലും നിങ്ങളോടൊപ്പം. എന്നിൽ വിശ്വസിക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യും. ആമേൻ.